എല്ലാ പേജിലും പേരുമുണ്ട്, ഒരുവിധം ആൾക്കാരുടെയൊക്കെ ഫോൺ നമ്പറുണ്ട്, സംവിധാനങ്ങളെല്ലാം അടുത്തടുത്ത് ഓട്ടോഗ്രാഫാണ്. അതൊരു കുഞ്ഞിൻ്റെ ഡയറിയാണ്. കുഞ്ഞിൻ്റെ ഡയറിയാണോ? 10ാം ക്ലാസ്സിൽ മറ്റേ ഓട്ടോഗ്രാഫ് അല്ലല്ലോ, ഫ്രണ്ട്സ് ബുക്ക്. ഇവിടെ വേറെ സാധനം എടുക്കാം, മാറ്റി കൊടുക്കുന്നു. ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞാൽ മേലെന്ന് വെളിഗിരിൻ്റെ വീട് പോയിട്ടുണ്ട്, അതിൻ്റെ താഴെ വന്ന പിന്നെ അത്തനാരിൻ്റെ വീട് പോയിട്ടുണ്ട്, പ്രസുവിൻ്റെ വീട് പോയിട്ടുണ്ട്, പ്രസു എന്ന് പറഞ്ഞ ആളുടെ വീട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മോമൂട്ട് സൂപ്പർവൈസറുടെ വീട് പോയിട്ടുണ്ട്. പിന്നെ അവിടെ അതിൻ്റെ താഴെ വരുന്നത് 80 വീടുകളോളം പോയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ പ്രയാസമുണ്ട്, അറിയുന്നുണ്ട് വീട് പോയെന്നുള്ള അറിയുന്നുണ്ട്, അത് പറയാൻ പ്രയാസമുണ്ട്. കാരണം 80 വീടോളം പോയിട്ടുണ്ട് അവിടെ നിന്നിട്ടുള്ള മൊത്തത്തിൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ആരെയും അറിയാവുന്ന ഇവിടെ ഇപ്പോൾ ഇതാ പിന്നെ സുദേവൻ്റെ വീട് പോയിട്ടുണ്ട്, ടൗണിലുള്ള സുദേവൻ്റെ വീട്. അപ്പുറത്ത് അവറാൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളുടെ വീടുണ്ട്, കാലക്കൽ മജീദ്. പിന്നെ യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ വീട് പോയിട്ടുണ്ട്. പിന്നെ CP മൊയ്തി കുഞ്ഞു മൊയ്തി എന്ന് പറഞ്ഞ ഒരാളുടെ വീടുണ്ട്, അത് പോയി. താഴെ AK കുഞ്ഞു എന്ന് പറഞ്ഞ ഒരാളുടെ അയാളെ വീട് പോയിട്ടുണ്ട്. പിന്നെ ഉസ്മാൻ കാക്ക, ഈ ആൽക്കൽ ഉസ്മാൻ എന്ന് പറഞ്ഞ ആളുടെ വീടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നല്ലേ? ഒക്കെ സുഹൃത്തുക്കളാണ്, അതൊക്കെ പോയി. ഇതിന് താഴെയാണ് അതൊക്കെ. ഈ പറഞ്ഞ ഈ ഇറ്റാച്ചേൻ്റെ താഴെയാണ് ഈ വീടൊക്കെ ഉണ്ടായിരുന്നത് ഏകദേശം. പിന്നെ അപ്പുറത്ത് പോകുമ്പോൾ സൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ വീട് പോയിട്ടുണ്ട് ആ ഭാഗത്ത്. ഏകദേശമുള്ള ഈ ഭാഗത്ത് 80ഓളം വീടുകൾ ഈ പോയതിൽ ഈ ടൗണിലുള്ള, അതുപോലെ തന്നെ ടൗണിലൊരു പിന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, കൂടാതെ പള്ളിപ്പീടിയ എന്ന് പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് ഈ ടൗണിനോട് ചേർന്നിട്ട് പള്ളിപ്പീടിയ എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ സംസു, ഇപ്പോൾ മരിച്ചുപോയ സംസുവിൻ്റെ കടകൾ, പിന്നെ അതിൻ്റെ താഴെ പിന്നെ ഗഫൂറിൻ്റെ കടകൾ, ഇതൊക്കെ പോയി. ഇപ്പം നിൽക്കുന്ന ആരുടെ ബിൽഡിംഗ്? സംസുവിൻ്റെ കടകളാണ്. സംസു മരിച്ചു, അയാളെ വീട് അപ്പുറത്തായിരുന്നു, അയാൾ മരിച്ചുപോയി. അയാളെ വീട് സംസുവും പിന്നെ നാസർ എന്ന് പറഞ്ഞാൽ ഏട്ടനും അനിയൻ്റെയും കൂടിയായിട്ട് ഉള്ള സ്ഥലമായിരുന്നു. മേളിലായാലും താമസം ഉണ്ടായിരുന്നു അതിന് മേളിൽ? ഇതിൻ്റെ മേളിൽ താമസിച്ചില്ല, ആരും താമസിച്ചില്ല. അത് ഓഫീസായിട്ട് ഉപയോഗിക്കുന്നു, അവിടെ താമസിച്ചിട്ടില്ലായിരുന്നു. വല്ലാത്തൊരു വളരെ സങ്കടകരമായ ഒരു കാര്യം. നിങ്ങളെവിടെ താമസിക്കുന്നത്? ഞാൻ സ്കൂൾ റോട്ടിലാണ്. സ്കൂൾ റോട്ട് എൻ്റെ വീടിൻ്റെ താഴെ കംപ്ലീറ്റ് പോയിരിക്കുകയാണ്, മൊത്തം പോയിട്ട്. ഞാനിപ്പോൾ വീട് കയറ്റത്തായതുകൊണ്ട് വീടിനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിലേക്ക് കയറാൻ പറ്റില്ല അവസ്ഥയിലുള്ളത്. സ്കൂൾ റോട്ടിലാണ്. സ്കൂൾ റോട്ടിൽ ഏകദേശം എല്ലാം പോയി. എൻ്റെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അതൊക്കെ പോയില്ലേ? ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു എൻ്റെ താഴെ, അതിൻ്റെ താഴെയാണ് കിണറൊക്കെ ഉണ്ടായിരുന്നു. കിണർ ഇന്നൊരു ചങ്ങായിയുടെ ഒരു ആൽബം കിട്ടിയായിരുന്നു അവിടെ നിന്ന്, വീട് ആൽബം. അത് ഭയങ്കരമായി പോയിട്ട് താഴെ നിൽക്കുന്ന ഫ്രണ്ടില്ലേ? മുന്നേ അതോ ബാക്കിലോ? അതിന്റെ ബാക്കിലാണ് വീട്. അതിന്റെ ബാക്കിലേക്കാണ് വീട്. ഫ്രണ്ടായിരുന്നു അല്ലേ? അവിടെ കിണറുണ്ടായിരുന്നു. അങ്ങനെ മേലോട്ടല്ലേ? ഈ വീട്ടിൽ സംസു എന്ന് പറഞ്ഞ ഒരാൾ ഈ വീട്ടിലുണ്ടായിരുന്നു. ഈ വീട്ടിൽ അതും പോയി. സംസുവിന്റെ വീടും പോയി. അതിന്റെ ഇപ്പുറത്ത് പഴനിസ്വാമി എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണ് തൊട്ടടുത്തുള്ള, അതും പോയി. തൊട്ടടുത്തുള്ള 157 ഉടൻ ടോട്ടൽ മുണ്ടക്കൈ പ്രദേശത്ത് 80 വീടുകൾ. പിന്നെ താഴത്തേക്ക് ഒരു 5 വീടുകളാണ്. 5 ലൈനുകളിന്റെ മൊത്തത്തിൽ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. 5 ലൈനിൽ ഒരു 6 റൂം വെച്ചിട്ടാണ് ഓരോ ലൈനിലുള്ളത്. അങ്ങനെയുള്ളത് 5 ലൈൻ പോയി. 30 റൂം പോയി. 30 വീട് അവിടെ പോയി. എന്നോട് പറഞ്ഞു എത്ര സായിപ്പോടെ ഉള്ളത്? നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിൽ ഉറപ്പ സ്ഥാനമാണ്, അതായത് പ്രഭാഷക കേന്ദ്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ തകൃതിയായിട്ട് നടക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ JCB ഇന്നും അങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ. കിട്ടിയ ഫോട്ടോസാണ്, നിറയ്ക്കോ ഫോട്ടോസാണ്.
നല്ല രീതിയിലുള്ള ഫോട്ടോസ്. പച്ച ഉടുപ്പിട്ട ചേട്ടൻ്റെ ബന്ധുക്കളാണ് മുമ്പേ നമ്മൾ ഇതിൽ കണ്ടത്, അൽപ്പത്തിൽ കണ്ടത്. ചേട്ടൻ നോക്കുകയാണ് ബോഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. വളരെ വേദനിക്കുന്നതായിട്ടുള്ളൊരു വിഷ്വൽസാണ് ഈ കാണുന്നത് കേട്ടോ. ഇല്ല വിഷയം അല്ലല്ല റോബിൻ ബസ്സിൻ്റെ ഇഷ്യൂ ഇല്ലായിരുന്നു. വെള്ളം വന്ന് അവിടുന്ന് കറങ്ങി അടിച്ച് നേരെ ഇതിനകത്ത് വന്ന് ഇങ്ങനെ കറങ്ങിപ്പോയെന്നുള്ളത്. ഭയങ്കര വേരുകൾ എത്ര ആഴമായിട്ട് ഇറങ്ങിയേക്കാൻ നോക്കി. ഇവിടെയൊക്കെ കാപ്പിയായിരുന്നു. വണ്ടിയാണ് താണ്ടാ കിടക്കുന്നത്. ആലോചിക്കുക പപ്പട പരിപാടി. സത്യം പറഞ്ഞ ഞെട്ടൽ മാറാതെ ആണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലവും. അതെ, മുണ്ടയ്ക്ക് ഒന്ന് പൊട്ടി ഒടിച്ച് പോന്നു. അത് പറയുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു പുള്ളിക്കാരൻ വീട്, അതായത് ആ വീട്ടിൽ നിന്നാൽ, ഇതിന് മേൽഭാഗത്ത് വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ നിന്നാൽ ഉരുൾ പൊട്ടത്തില്ല, ഉരുൾ പൊട്ടുമെന്ന് പേടിച്ചിട്ട് ആൾ താഴെ വന്ന് നമ്മുടെ ആ ജമായുടെ അപ്പുറത്ത് ഒരു വീട്ടിൽ താമസിച്ചു. പുള്ളിയുടെ ആദ്യം താമസിച്ച വീടൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വന്ന് താമസിച്ച ആ വീട് മൊത്തം വാഷ് ഔട്ട് ചെയ്ത് പോയി. ആളിനെയും കാണാനില്ല എന്നാണ് അറിവ്. ഒരുപാട് പേരെ കാണാനില്ലെന്നാണ് അറിവ്. കണ്ടില്ലേ? അപ്പോൾ വെള്ളം വന്ന് മണ്ടയ്ക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അവിടെ അടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നേരെ അങ്ങോട്ട് പോയിട്ടാണ് പോയത്. വെള്ളത്തിന് അതെ യാതൊരു കൺട്രോളും ഇല്ലാതെ അതിഭയങ്കരമായ ഒരു ഡിസാസ്റ്ററാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ മണ്ടയിൽ കൂടെ കണ്ട്, ഈ വീടിൻ്റെ മണ്ടയിൽ കൂടെ കണ്ടോ, അതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മരമൊക്കെ ഇടിച്ച് തീർക്കുന്നുണ്ട്. ആ തുണികളൊക്കെ കിടപ്പുണ്ട്. ഇതുണ്ടോ, മൃഗങ്ങളൊക്കെ കിടക്കുന്നത് കിടപ്പോയി. കോഴി, വേറെ പശുക്കളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനി പോസ്റ്റിടാനാണ് തോന്നുന്നു. എടുത്തേക്കുന്നു. പശുവൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നു. അതൊക്കെ പേടിച്ച് നിൽക്കുക.